ഹായ് ഓൾ. ഇപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷൻ എത്താറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സിലബസിനെ പറ്റിയിട്ട് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുണ്ട്. അതായത് പാർട്ട് എ, പാർട്ട് ബി, അങ്ങനെ രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളോട് കുറേ സ്റ്റുഡൻസ് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് സിലബസ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ പാർട്ട് എയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് 20 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 15 മാർക്ക്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്, ജനറൽ നോളജ് 10 മാർക്ക്. ഇങ്ങനെയാണ് പാർട്ട് എ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ പാർട്ട് എ സെക്ഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് റീഡിംഗ് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്, വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ഇഡിയംസ് ആൻഡ് പ്രോവബ്സ്, സിനോണിംസ്, അനോണിംസ്, പാരാജമ്പിൾസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത്. പിന്നീട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ഓർഡർ ആൻഡ് റാങ്കിങ്, സീക്വൻസ് ആൻഡ് സീരീസ്, സീറ്റ് അറേഞ്ച്മെൻറ്റ്, അതേപോലെ തന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ആൽഫ ന്യൂമറിക് സീരീസ്, സിലോജിസം, ഡയറക്ഷൻ, അതേപോലെ ഇനിക്വാളിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു SSC എക്സാംസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് ഒക്കെ എഴുതിയ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളൊക്കെ അതിൽ ഫെമിലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഓൾജിബ്ര, നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, പെർസെൻറ്റേജ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, സ്റ്റാറ്റിക്സ്, പ്രോബബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് സ്പീഡ് തുടങ്ങിയതാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. പിന്നീട് ജനറൽ നോളജ്, അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത്രയധികം ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പാർട്ട് എ സെക്ഷനിൽ വരുന്നത്. അപ്പം നമ്മൾ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അത് +2 ലെവലാണ്. അവിടെയും 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഫിസിക്സ് നോക്കുവാണെങ്കിൽ വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ്, അതേപോലെ തെർമൽ ഫിസിക്സ്, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്, ഒപ്റ്റിക്സ്, മൂവിംഗ് ചാർജസ് വിത്ത് മാഗ്നറ്റിസം, മോഡേൺ ഫിസിക്സ്, ലോസ് ഓഫ് മോഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് മാത്സിലേക്ക് പോവുകയാണെങ്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി, സ്ട്രെയിറ്റ് ലൈൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, മാക്സിമം ആൻഡ് മിനിമ, ലിമിറ്റ്സ്, ഇൻ്റഗ്രൽ, അതേപോലെ ഡിഫറൻസിയേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ബൈനോമിയൽ തിയറം, പ്രോബബിലിറ്റി. ഇത്രയും ടോപ്പിക്സുകളാണ് മാത്സിൻ്റെ സെക്ഷനിൽ നിന്ന് വരുന്നത്. +2 ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പം മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ATC എന്ന് പറയുന്നത്. അപ്പം പാർട്ട് എയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിലെ പോലെ തന്നെ ഇപ്പോൾ SSC ആയാലും റെയിൽവേ ആയാലും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് എ സെഷൻസ് പഠിച്ചു പോകാൻ പറ്റും. പിന്നീട് പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കുറച്ചുകൂടി +2 ലെവൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അധികം വൈകാതെ തന്നെ എക്സാംസ് നടക്കും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.